നമസ്കാരം. എനിക്കൊരു ബെൻസ് എടുത്തിട്ടുണ്ട്. ആ ബെൻസ് കഴുകാനായിട്ട് പോവുകയാണ്. അപ്പം ബെൻസ് കാണണ്ടേ, ഇതാണ് എൻ്റെ ബെൻസ്. അപ്പം ആരെയും കളിയാക്കുകയൊന്നുമല്ല, പക്ഷേ എനിക്കിത് ബെൻസാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. പലർക്കും വേണ്ടി ഞാൻ ജീവിച്ചു, പലർക്കും വേണ്ടി ഈ വാഹനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. ഇനി എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഞാൻ സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞു. കാരണം ഇനി എന്നെ ആരും തോൽപ്പിക്കാനൊക്കത്തില്ല. ഇനി ഒരു തരത്തിലും എന്നെ തളർത്താൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് മൂലമാണ്. അപ്പോൾ ആ ഒരു സുഹൃത്തുക്കൾ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. നീ ഇങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, ജോലിയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എന്നെ വല്ലാതെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ വണ്ടി പഠിക്കുമ്പോഴും വണ്ടി എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ പറയും, നീ എന്നെ കുറച്ചുകൂടെ ബെറ്ററായിട്ടൊരു വണ്ടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനത് തുടക്കക്കാരി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞ് ബെൻസിലേക്ക് കയറിയത്. ആ ബെൻസ് എനിക്ക് മതി ഇപ്പം തൽക്കാലം. വണ്ടി പഠിച്ചിട്ട് നമുക്ക് സാവകാശം നോക്കാം. ഇപ്പോൾ വണ്ടി പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പൂർണ്ണതയിൽ ഡ്രൈവിംഗ് ഒന്നും പഠിച്ച് വന്നവരല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഈ വണ്ടിയിൽ പരിഹരിച്ചിട്ട് വേണം എനിക്കിനി ഒരു പുതിയ വണ്ടി എടുക്കാൻ. വണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു സർപ്രൈസിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പം ഇന്ന് എനിക്കിതൊക്കെ ഒരു ആഹ്ലാദകരമായ കാര്യമാണ്. കാരണം എല്ലാവരെയും ആശ്രയിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ പറയുന്നത്. ഇന്ന് എൻ്റെ സ്വന്തം കാലിൽ സ്വന്തമായ രീതിയിൽ എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ വണ്ടി എടുത്ത് ഞാൻ പുറത്തു പോകും. അതുപോലെ തന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ആരോടും ഒന്നും പറയാനില്ല. എനിക്കുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. അപ്പം ഇതൊക്കെ എനിക്കൊരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു സ്വന്തം കാലിൽ നിന്ന് എനിക്ക് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹം നടക്കുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ദൈവം യൂണിവേഴ്സൽ എന്നെ അത് സംഭവിപ്പിച്ചിരിക്കും. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് സുഹൃത്തുക്കളെ ആയാലും എൻ്റെ ഫാമിലീനെ ആയാലും. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു യൂണിവേഴ്സൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ.